السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين قل لو شاء الله ما تلوته عليكم ولا أدراكم به فقد لبثت فيكم أمرا من قبله أفلا تعقلون فمن أظلم ممن افترى على الله كذبا وكذب بآياته إنه لا يفلح المجرمون इसका आयत का तर्जुमा यह है आयात का. ഈ വചനങ്ങളുടെ അർത്ഥം ഇപ്രകാരമാണ്: നീ പറയുക, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് ഓതി കേൾപ്പിക്കുകയോ അവൻ നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് അറിവ് തരികയോ ചെയ്യുമായിരുന്നില്ല. ആകയാൽ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുടെ ഇടയിൽ ഒരു നീണ്ട ആയുസ് കഴിച്ചുകൂട്ടിയിരുന്നു. അപ്പോൾ നിങ്ങൾ ബുദ്ധി പ്രയോഗിക്കുന്നില്ലേ? അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയോ അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയോ ചെയ്തവനേക്കാൾ വലിയ അക്രമി മറ്റാരാണ്? കുറ്റവാളികൾ ഒരിക്കലും വിജയിക്കാറില്ല എന്നതാണ് വാസ്തവം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വിവിധ വശങ്ങളെക്കുറിച്ചാണല്ലോ നാം പ്രതിപാദിച്ചു വരുന്നത്. എന്ന് അവിടുത്തെ സത്യസന്ധത, സദ്വൃത്തി, ജീവിത പരിശുദ്ധി എന്നീ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സത്യസന്ധതയുടെ അത്യുന്നതമായ ഉദാഹരണങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശത്രുക്കൾക്ക് പോലും അവിടുത്തെ സത്യസന്ധതയുടെയും ഉന്നതമായ നിലവാരത്തിൻ്റെയും മുമ്പിൽ അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. സത്യസന്ധതയുടെ ഈ ഉന്നത നിലവാരത്തെ തന്നെയാണ് ഞാൻ പാരായണം ചെയ്ത വചനത്തിലൂടെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വിവരിച്ചിരിക്കുന്നത്. അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു: അവരോട് പറയുക, ഞാൻ ഒരിക്കലും ഒരു സാഹചര്യത്തിലും കള്ളം പറഞ്ഞിട്ടില്ല, സത്യത്തിൻ്റെ പാത വെടിഞ്ഞിട്ടില്ല, നിങ്ങളതിന് സാക്ഷികളുമാണ്. എന്നിരിക്കെ ദൈവത്തിൽ നിന്നല്ലാത്ത ഒരു ദീൻ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം പറയുമോ? അതൊരിക്കലും സംഭവിക്കില്ല. അതോടൊപ്പം തന്നെ അവിടുന്ന് തൻ്റെ അനുയായികളെയും ഇപ്രകാരം ഉപദേശിച്ചു: ഇപ്പോൾ നിങ്ങൾ എന്നെ പിൻപറ്റുകയും അനുസരിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരിക്കുകയാണല്ലോ. അതിനാൽ സത്യസന്ധതയുടെയും ഉന്നതമായ നിലവാരങ്ങൾ നിങ്ങൾ സ്ഥാപിക്കുക. അതുകൊണ്ട് ഇന്ന് നാം ഓരോരുത്തരും ഈ കാര്യത്തിൽ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. സത്യസന്ധതയുടെ ഈ ഉന്നത നിലവാരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും വിജയത്തിൻ്റെ ജാമ്യമായി വർത്തിക്കുന്നതും പ്രബോധനത്തിൻ്റെ പാതകൾ തുറന്നു തരുന്നതും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഒരു ഖുതുബയിൽ ഇപ്രകാരം അരുളി: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ പോലും അവിടുന്ന് സത്യസന്ധനും
വിശ്വസ്തനുമായിരുന്നുവെന്ന് സമ്മതിച്ചിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ വ്യക്തിത്വത്തിന്മേൽ യാതൊരു കളങ്കവും ചാർത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. കടുത്ത ശത്രുക്കൾ പോലും അവിടുത്തെ വിശുദ്ധിക്കും പവിത്രതയ്ക്കും സാക്ഷ്യം നൽകി. മക്കയിൽ നടന്നൊരു സംഭവം നോക്കൂ. മക്കയ്ക്ക് പുറത്തു നിന്നുള്ളവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ചോദിക്കാൻ വരുമ്പോൾ അവർക്ക് എന്തു മറുപടി നൽകണം എന്ന് തീരുമാനിക്കാൻ ശത്രുക്കൾ ഒരു യോഗം ചേർന്നു. നമ്മൾ ഓരോരുത്തരും ഓരോന്ന് പറയുന്നത് കാരണം നമുക്ക് തന്നെ അപമാനമാണ്. അതിനാൽ എല്ലാവരും ചേർന്ന് ഒരൊറ്റ മറുപടി നൽകണം എന്ന് അവർ കരുതി. ഹജ്ജിന് വരുന്നവരോട് എന്തു പറയണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ അവർ ആഗ്രഹിച്ചു. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഇദ്ദേഹത്തിന് കള്ളം പറഞ്ഞു ശീലമാണെന്നും പറയുന്നതെല്ലാം അസത്യമാണെന്നും നമുക്ക് പറയാം. ഇത് കേട്ടപ്പോൾ നളർ ബിൻ ഹാരിസ് എന്നയാൾ എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം പറഞ്ഞു, ഈ കാര്യം നിങ്ങൾ പറയരുത്. നിങ്ങളിത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ജനങ്ങൾ ഇതിന് മറുപടിയായി പറയും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ യൗവനം മുഴുവൻ നിങ്ങൾക്കിടയിലാണ് ചെലവഴിച്ചത്. അക്കാലത്ത് നിങ്ങളെക്കാൾ ഏറ്റവും ഉത്തമനായും സത്യസന്ധനായും വിശ്വസ്തനായും കണക്കാക്കപ്പെട്ടിരുന്നത് അദ്ദേഹമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുടി നരച്ചു തുടങ്ങിയ കാലത്ത് അദ്ദേഹം പുതിയൊരു അധ്യാപനം അഥവാ ഇസ്ലാം കൊണ്ടുവരികയും ചെയ്തപ്പോൾ അദ്ദേഹം കള്ളം പറയുന്നവനാണെന്ന് നിങ്ങൾ ആരോപിക്കുകയാണോ? അള്ളാഹുവാണ് സത്യം. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അദ്ദേഹം കള്ളം പറയുന്നവനാകാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ഈ മറുപടി കേട്ടപ്പോൾ എല്ലാവരും തങ്ങളുടെ തെറ്റ് സമ്മതിക്കുകയും ആ ആരോപണത്തിന് പകരം മറ്റെന്തെങ്കിലും ആലോചിക്കാൻ തുടങ്ങുകയും ചെയ്തു. എത്ര സത്യസന്ധമായ കാര്യമാണ് ആ വ്യക്തി അന്ന് തുറന്നു പറഞ്ഞത്. ജീവിതത്തിൽ മുമ്പെപ്പോഴെങ്കിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവർക്കൊരു കള്ളം ആരോപിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ സന്ദർഭത്തിൽ ജനം അത് വിശ്വസിക്കുമായിരുന്നു. എന്നാൽ ആയുഷ്കാലം മുഴുവൻ അങ്ങയെ സാദിഖ് എന്ന് വിളിച്ചവർ പെട്ടെന്നൊരു ദിവസം അവിടുന്ന് കള്ളം പറയുന്നു എന്ന് ആരോപിച്ചാൽ അത് ആര് വിശ്വസിക്കാനാണ്? അതുപോലെ തന്നെ റോമൻ ചക്രവർത്തിയായ ഹെർക്കുലീസ് അബൂ സുഫിയാനോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ചോദിച്ചു, അദ്ദേഹം എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? അബൂ സുഫിയാൻ മറുപടി നൽകി, ഇന്നുവരെ അദ്ദേഹം കള്ളം പറഞ്ഞിട്ടില്ല. അബൂ സുഫിയാൻ പിന്നീട് പ്രകാരം പറഞ്ഞു, ഇന്നുവരെ എന്ന വാക്ക് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. ഭാവിയിൽ അദ്ദേഹം കള്ളം പറഞ്ഞേക്കാം എന്നൊരു സംശയം ചക്രവർത്തിയിൽ ജനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത്. മറ്റൊരു സന്ദർഭത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുന്നിൻ മുകളിൽ കയറി ജനങ്ങളെ വിളിച്ചുകൂട്ടി. സത്യസന്ധവുമായും ബന്ധപ്പെട്ട ഒരു സംഭവമാണിത്. എല്ലാവരും അവിടെ ഒത്തുകൂടിയപ്പോൾ അവിടുന്ന് ചോദിച്ചു, ഈ താഴ്വരയുടെ അപ്പുറത്ത് നിങ്ങൾ ആക്രമിക്കാനായി ഒരു സൈന്യം തമ്പടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? അവർ ഒരുപോലെ മറുപടി നൽകി, തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കും. വാസ്തവത്തിൽ മക്കക്കാർ അറിയാതെ അത്രയും വലിയൊരു സൈന്യം അത്ര അടുത്ത് ഒത്തുകൂടുക എന്നത് അസാധ്യമായിരുന്നു. പ്രത്യക്ഷത്തിൽ അസംഭവ്യമെന്ന് തോന്നുന്ന, സംഭവിക്കാൻ ഒട്ടും സാധ്യതയില്ലാത്ത ഒരു കാര്യം പോലും അവിടുത്തെ നാവിലൂടെ കേട്ടപ്പോൾ വിശ്വസിക്കാൻ അവർ തയ്യാറായത് അവിടുന്ന് ഒരിക്കലും കള്ളം പറയില്ലെന്നും ആരെയും വഞ്ചിക്കില്ലെന്നുമുള്ള കാര്യത്തിൽ ആ ശത്രുക്കൾക്ക് അത്രമേൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു എന്നാണ് വിളിച്ചോതുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് വീണ്ടും പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് വശമാണ് ശത്രുക്കളെ സ്വാധീനിച്ചിരുന്നത്? ആരംഭത്തിൽ അവർ വിശുദ്ധ ഖുർആൻ കണ്ടിട്ടല്ല സ്വാധീനിക്കപ്പെട്ടത്. ഖുർആനിലെ അധ്യാപനങ്ങളോ അല്ലെങ്കിൽ ആളുകളെ ബയ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗങ്ങളോ ആയിരുന്നില്ല അവരിൽ ആദ്യമായി സ്വാധീനം ചെലുത്തിയത്. മറിച്ച് മുഹമ്മദ് നബി തിരുമേനിയുടെ പ്രവാചകത്വത്തിന് മുമ്പുള്ള ജീവിതമായിരുന്നു അത്. അങ്ങ് അവർക്കിടയിലാണ് ജീവിച്ചത്. അങ്ങയുടെ വിശ്വസ്തതയും സത്യസന്ധതയും സൃഷ്ടികളോടുള്ള അനുകമ്പയും ത്യാഗമനോഭാവവുമാണ് അവരെ സ്വാധീനിച്ചത്. പ്രവാചകത്വവാദത്തിനു മുമ്പ് അവിടുന്ന് അവരെ വിഗ്രഹാരാധനയിൽ നിന്ന് വിലക്കിയിരുന്നില്ല. കാരണം അതിനായി ദൈവകൽപ്പന ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടുന്ന് ഒരിക്കലും സ്വയം ശിർക്ക് ചെയ്തിരുന്നില്ല. അവിടുത്തെ സ്വഭാവ ഗുണങ്ങളുടെ ഔന്നത്യം ജനഹൃദയങ്ങളിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരുന്നു. അവിടുത്തെ നന്മയുടെ ആ ഉന്നത നിലവാരവും മാതൃകയും അവരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ളവയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കയിലെ കുന്നിൻ മുകളിൽ നിന്ന് അവിടുന്ന് ചോദിച്ചു, ഒരു വലിയ സൈന്യം
നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? അത് അസാധ്യമായ കാര്യമായിരുന്നിട്ടും അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ വിശ്വസിക്കും. കാരണം അവിടുന്ന് ഒരിക്കലും തെറ്റായ ഒരു കാര്യം പറയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അവർ ഇപ്രകാരം പറഞ്ഞു, അങ്ങ് കള്ളം പറയുന്നത് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങ് എപ്പോഴും വിശ്വസ്തനും സത്യസന്ധനുമാണ്. അതിനാൽ ഈ കാര്യവും ഞങ്ങൾ വിശ്വസിക്കും. ആ ഉറപ്പിന്മേൽ അവിടുന്ന് അരുളി, എങ്കിൽ കേട്ടുകൊള്ളുക, മറ്റൊരു സത്യം കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. അത് അല്ലാഹു ഏകനാണെന്നും ശിർക്ക് മോശമായ കാര്യമാണെന്നതുമാണ്. ഏകനായ ദൈവത്തെ ആരാധിക്കുക, ശിർക്ക് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ നിങ്ങളിൽ ശിക്ഷ ഇറങ്ങും. ഈ കാര്യം അന്ന് അവരെ സ്വാധീനിച്ചില്ല. എന്നാൽ അവിടുത്തെ ജീവിതവും പ്രവൃത്തിയും സത്യസന്ധതയും അവരെ ആഴത്തിൽ സ്വാധീനിച്ചിരുന്നു. പക്ഷേ ഈ പ്രവാചകത്വവാദം അവർക്ക് മുന്നിൽ വെച്ചപ്പോൾ അത് അവരെ സ്വാധീനിച്ചില്ല എന്ന് മാത്രമല്ല, അവരത് നിഷേധിക്കുകയും ചെയ്തു. അതുകൊണ്ട് യഥാർത്ഥ സംഗതി ഇതാണ്: മനുഷ്യന്റെ മാതൃകയും പ്രവൃത്തിയും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിലുള്ളവയായിരിക്കണം. അപ്പോഴേ അനുയോജ്യമായ സമയത്ത് പ്രബോധനത്തിൻ്റെ വഴികൾ തുറക്കാനുള്ള സാഹചര്യങ്ങൾ അള്ളാഹു ഒരുക്കിത്തരികയുള്ളൂ. അങ്ങനെ ശത്രുക്കളായിരുന്നവർ പോലും ഇസ്ലാമിൻ്റെ തണലിലേക്ക് വരാനും യഥാർത്ഥ ഇസ്ലാമിനെ തിരിച്ചറിയാനും തുടങ്ങുന്നു. ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം അരുളുന്നു, സകല മുത്തക്കിങ്ങളുടെ നായകനും നമ്മുടെ യജമാനവരുമായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നാനാതരം സഹായങ്ങൾ നൽകി വിജയശ്രീലാളിതനാക്കി മാറ്റുകയുണ്ടായി. തുടക്കത്തിൽ ഹസ്രത്ത് മൂസ അലൈഹിസ്സലാം, ഹസ്രത്ത് ഈസാ അലൈഹിസ്സലാം എന്നിവരെ പോലെ ജന്മനാട് വിട്ടൊഴിഞ്ഞു പോകേണ്ടി വന്നെങ്കിലും പ്രസ്തുത പാലായനം വിജയത്തിൻ്റെയും സഹായത്തിൻ്റെയും ആരംഭമായിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു മുത്തയ്ക്ക് ഒരിക്കലും നശിപ്പിക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. രണ്ടു വിഭാഗങ്ങൾ പരസ്പരം ശത്രുത പുലർത്തുകയും അത് അതിൻ്റെ പരിധി ലംഘിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ ആരാണോ മുത്തക്കിയും ഭക്തനുമായിരിക്കുന്നത് അവർക്കായി ആകാശത്തു നിന്ന് സഹായമിറങ്ങുന്നു. ഇപ്രകാരം ആകാശത്തു നിന്നുള്ള വിധിയിലൂടെ മതപരമായ തർക്കങ്ങൾക്ക് അറുതി വരുന്നു. അതായത് മതഭിന്നതകൾ തീർപ്പാക്കപ്പെടുന്നു. നോക്കൂ, നമ്മുടെ നേതാവും യജമാനനും പ്രവാചകനുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമേൽ ബലഹീനമായ അവസ്ഥയിലാണ് മക്കയിൽ നിയോഗിക്കപ്പെട്ടത്. അക്കാലത്ത് അബൂജഹൽ തുടങ്ങിയ കാഫിറുകൾക്ക് എത്ര വലിയ സ്വാധീനമായിരുന്നു ഉണ്ടായിരുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാണശത്രുക്കളായി മാറി. എന്നിട്ടും അവസാനം നമ്മുടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിജയവും ഔന്നത്യവും നൽകിയത് എന്തായിരുന്നു? സത്യസന്ധതയും സദ്വൃത്തിയും സത്യനിഷ്ഠയും ആത്മീയ വിശുദ്ധിയുമായിരുന്നു ആ വിജയങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ രഹസ്യമെന്ന് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുക. അവിടുന്ന് വീണ്ടും അരുളുന്നു, അല്ലാഹു തആല നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അരുളുന്നു, വഇന്നക ലഅലാ ഖുൽഖിൻ അളീം, തീർച്ചയായും നീ ഉന്നത ധാർമ്മിക ഗുണങ്ങളിലാണ് നിലകൊള്ളുന്നത്. ഈ വചനത്തിൻ്റെ വ്യാഖ്യാനമനുസരിച്ച് ഇതിനർത്ഥം ഔദാര്യം, ധീരത, നീതി, കരുണ, ഉപകാരം, സത്യസന്ധത, ക്ഷമ തുടങ്ങിയ എല്ലാത്തരം സൽഗുണങ്ങളും അങ്ങയിൽ ഒത്തുചേർന്നിരിക്കുന്നു എന്നതാണ്. ചുരുക്കത്തിൽ മനുഷ്യഹൃദയത്തിൽ കാണപ്പെടുന്ന ഗുണങ്ങളായ വിനയം, ലജ്ജ, വിശ്വസ്തത, മര്യാദ, അഭിമാനബോധം, സ്ഥിരചിത്തത, പരിശുദ്ധി, വിരക്തി, മിതത്വം, സഹാനുഭൂതി, അതുപോലെ തന്നെ ധീരത, ഔദാര്യം, മാപ്പ് നൽകൽ, ക്ഷമ, ഉപകാരം, സത്യസന്ധത, വിശ്വസ്തത എന്നീ നൈസർഗിക ഗുണങ്ങൾ യുക്തിക്കും വിവേകബോധത്തിനും അനുസൃതമായി തന്ത്രബോധിതം പ്രകടിപ്പിക്കപ്പെടുമ്പോഴാണ് അവയെല്ലാം അഖ്ലാഖ് അഥവാ ധാർമ്മിക ഗുണങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആരോടെങ്കിലും വെറുതെ പുഞ്ചിരിച്ച് സംസാരിക്കുന്നതോ സലാം പറയുന്നതോ മാത്രമല്ല തൽസ്വഭാവം, മറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് ജനങ്ങളുമായി പെരുമാറുമ്പോൾ സകല നന്മകളും ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കുന്നതിനെയാണ് ഉന്നത ധാർമ്മിക ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇതിലേക്കാണ് നാം ശ്രദ്ധിക്കേണ്ടത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് സത്യം പ്രചരിപ്പിക്കാനാണ് നിയോഗിക്കപ്പെട്ടത്. അതിനാൽ വിവിധ സന്ദർഭങ്ങളിൽ അവിടുന്ന് തന്നെ വിശ്വസിച്ചവരോട് സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ ഉപദേശിക്കുമായിരുന്നു. ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ മസൂദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു:
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയുണ്ടായി, സത്യം പറയുക എന്നത് നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. കാരണം സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും നയിക്കുന്നു. ഒരു മനുഷ്യൻ നിരന്തരം സത്യം പറയുകയും സത്യം മാത്രം അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ സിദ്ദീഖ് എന്ന് രേഖപ്പെടുത്തപ്പെടുന്നു. നിങ്ങൾ കള്ളം പറയുന്നതിനെ സൂക്ഷിക്കുക, കാരണം കള്ളം അധർമ്മത്തിലേക്കും അധർമ്മം നരകാഗ്നിയിലേക്കും നയിക്കുന്നു. ഒരു മനുഷ്യൻ കള്ളം പറയുകയും കള്ളം തന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ കദ്ദാബ് എന്ന് രേഖപ്പെടുത്തപ്പെടുന്നു. അവൻ അസത്യവാദിയായി രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ നരകത്തിലേക്കാണ് പോകുന്നത്. അതിനാൽ ഭയപ്പെടേണ്ട ഒരു കാര്യമാണിത്. ഹസ്രത്ത് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. അവിടുന്ന് അരുളി, തീർച്ചയായും കളവ് ഒരു സാഹചര്യത്തിലും ശരിയല്ല. ഗൗരവത്തിലായാലും തമാശയിലായാലും ശരിയല്ല. ചില ആളുകൾ തമാശയായി കള്ളം പറഞ്ഞിട്ട് ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞതാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ തമാശയിൽ പോലും അത് അനുവദനീയമല്ല. അതുപോലെ ഒരാൾ തൻ്റെ കുട്ടിയോട് ഒരു വാഗ്ദാനം നൽകുകയും പിന്നീട് അത് പാലിക്കാതിരിക്കുകയും ചെയ്യുന്നതും ശരിയല്ല. നിശ്ചയമായും സത്യസന്ധത നന്മയിലേക്ക് നയിക്കുന്നു, നന്മ സ്വർഗത്തിലേക്കും നയിക്കുന്നു. തീർച്ചയായും കളവ് തിന്മയിലേക്ക് നയിക്കുന്നു, തിന്മ നരകാഗ്നിയിലേക്കും നയിക്കുന്നു. സത്യസന്ധനായ വ്യക്തിയെക്കുറിച്ച് അവൻ സത്യം പറഞ്ഞു നന്മ ചെയ്തു എന്നും കളവ് പറയുന്നവനെക്കുറിച്ച് അവന് കള്ളം പറഞ്ഞു തിന്മ ചെയ്തു എന്നും പറയപ്പെട്ടിരിക്കുന്നു. അല്ലാമ റാസി സൂറത്തു തോബയുടെ 119 വചനത്തിൻ്റെ യാ അയ്യുഹല്ലദീന ആമനത്തഖുല്ലാഹ വകൂനു മസ്വാദിഖീൻ, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യസന്ധരോടൊപ്പം ആയിരിക്കുകയും ചെയ്യുക എന്ന വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇപ്രകാരം ഒരു സംഭവം വിവരിക്കുന്നു. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്ന് ഇപ്രകാരം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, എനിക്ക് തിന്മകളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ മദ്യം, വ്യഭിചാരം, മോഷണം, കള്ളം പറയൽ എന്നിവ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ ശീലങ്ങൾ എന്നിൽ അമിതമായി കാണപ്പെടുന്നു. അങ്ങ് ഹറാമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ജനം പറയുന്നു. എനിക്ക് വിശ്വാസം സ്വീകരിക്കണമെന്നുണ്ട്, പക്ഷേ ഇവയെല്ലാം ഒരേ സമയം ഉപേക്ഷിക്കാനുള്ള കരുത്ത് എനിക്കില്ല. ഇവയിൽ ഏതെങ്കിലും ഒന്നു മാത്രം ഉപേക്ഷിക്കാൻ അങ്ങ് എന്നോട് നിർദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയിൽ വിശ്വസിക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, എങ്കിൽ ശരി, നീ കളവ് പറയുന്നത് ഉപേക്ഷിക്കുക. അദ്ദേഹം അത് സമ്മതിക്കുകയും മുസ്ലിം ആവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനടുത്തു നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മദ്യം വാഗ്ദാനം ചെയ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഞാൻ ഇത് കുടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ കള്ളം പറഞ്ഞാൽ അത് വാഗ്ദാന ലംഘനമാകും. സത്യം പറഞ്ഞാലോ എനിക്ക് ശിക്ഷ ലഭിക്കുകയും ചെയ്യും. അങ്ങനെ അദ്ദേഹം അത് ഉപേക്ഷിച്ചു. പിന്നീട് വ്യഭിചാരത്തിനുള്ള സാഹചര്യം വന്നപ്പോഴും ഇതേ ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു. അദ്ദേഹം അതും ഉപേക്ഷിച്ചു. മോഷണത്തിൻ്റെ കാര്യത്തിലും ഇതുതന്നെ സംഭവിച്ചു. പിന്നീട് അദ്ദേഹം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ മടങ്ങി വന്ന് പറഞ്ഞു, അങ്ങ് ചെയ്തത് എത്ര ഉത്തമമായിരിക്കുന്നു. അങ്ങ് എന്നെ കള്ളം പറയുന്നതിൽ നിന്ന് തടഞ്ഞപ്പോൾ മറ്റെല്ലാ പാപങ്ങളുടെയും വാതിലുകൾ എനിക്ക് മുന്നിൽ അടയ്ക്കപ്പെട്ടു. ഇപ്രകാരം അദ്ദേഹം എല്ലാ തിന്മകളിൽ നിന്നും തോബ ചെയ്തു. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണത്തെക്കുറിച്ച് ഉമ്മുൽ മുഅ്മിനീൻ ഹസ്രത്ത് ഉമ്മു സൽമ റളിയല്ലാഹു അൻഹു ഇപ്രകാരം വിവരിക്കുന്നു. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നിയോഗിക്കപ്പെട്ടപ്പോൾ ഖുറൈശികൾ ഹസ്രത്ത് അബൂബക്കറിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഓ അബൂബക്കർ, നിന്റെ ഈ കൂട്ടുകാരന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു, നൗദുബില്ല. ഹസ്രത്ത് അബൂബക്കർ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ കാര്യമെന്താണ്? അവർ പറഞ്ഞു, അദ്ദേഹം മസ്ജിദുൽ ഹറാമിൽ വെച്ച് ജനങ്ങളെ തൗഹീദിലേക്കും അഥവാ ഏകദൈവ വിശ്വാസത്തിലേക്കോ ഏകനായ ദൈവത്തിലേക്കും വിളിക്കുന്നു. താനൊരു പ്രവാചകനാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, അദ്ദേഹം അപ്രകാരം പറഞ്ഞുവോ? ജനങ്ങൾ പറഞ്ഞു, അതെ, അദ്ദേഹം മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഹസ്രത്ത് അബൂബക്കർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കിലേക്ക് ചെന്ന് വാതിലിൽ മുട്ടി പുറത്തേക്ക് വിളിച്ചു. അവിടുന്ന് മുന്നിൽ വന്നപ്പോൾ ഹസ്രത്ത് അബൂബക്കർ ചോദിച്ചു, ഓ അബുൽ ഖാസിം, അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ട ഈ വാർത്ത എന്താണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു,
അബൂബക്കർ, നീ എന്നെക്കുറിച്ച് എന്താണ് കേട്ടത്? ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു, അങ്ങ് അള്ളാഹുവിൻ്റെ തൗഹീദിലേക്ക് ജനങ്ങളെ വിളിക്കുന്നുണ്ടെന്നും അങ്ങ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് അവകാശപ്പെടുന്നുണ്ടെന്നും ഞാൻ കേട്ടു. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അതെ അബൂബക്കർ, തീർച്ചയായും എൻ്റെ നാഥനായ അള്ളാഹു എന്നെ ഒരു സുവിശേഷകനായും മുന്നറിയിപ്പ് നൽകുന്നവനായും നിയോഗിച്ചിരിക്കുന്നു. ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. സകല മനുഷ്യരിലേക്കുമായി ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഹസ്രത്ത് അബൂബക്കർ അരുളി, അള്ളാഹുവാണ് സത്യം, അങ്ങൊരിക്കലും കള്ളം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയും കുടുംബബന്ധങ്ങൾ ചേർക്കുന്ന സ്വഭാവവും ഉത്തമമായ പ്രവൃത്തികളും കാരണം പ്രവാചകത്വത്തിന് ഏറ്റവും അർഹൻ അങ്ങ് തന്നെയാണ്. അങ്ങയുടെ കൈനീട്ടിയാലും എനിക്ക് ബയ്യത്ത് ചെയ്യണം. തുടർന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈ നീട്ടുകയും ഹസ്രത്ത് അബൂബക്കർ ബയ്യത്ത് ചെയ്യുകയും അവിടുത്തെ സത്യപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് കൊണ്ടുവന്ന സന്ദേശം സത്യമാണെന്ന് അദ്ദേഹം സാക്ഷ്യം വഹിച്ചു. അള്ളാഹുവാണ് സത്യം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ ഹസ്രത്ത് അബൂബക്കർ യാതൊരുവിധ മടിയോ ശങ്കയോ പ്രകടിപ്പിച്ചില്ല. ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ വിഷയത്തിൽ അരുളുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രവാചകത്വവാദം പ്രഖ്യാപിച്ച സമയത്ത് ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് പോയിരിക്കുകയായിരുന്നു. അദ്ദേഹം മടങ്ങി വരുന്ന വഴിയിൽ വെച്ച് ഒരാളെ കണ്ടുമുട്ടി. മക്കയിലെ വിശേഷങ്ങൾ എന്താണെന്നും പുതിയ വാർത്തകൾ വല്ലതുമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. യാത്ര കഴിഞ്ഞു മടങ്ങുന്ന ഒരാൾ നാട്ടുകാരെ കാണുമ്പോൾ നാട്ടുവിശേഷങ്ങൾ ചോദിക്കുക എന്നത് സ്വാഭാവികമാണല്ലോ. ആ വ്യക്തി പറഞ്ഞു, പുതിയ വാർത്ത എന്താണെന്നാൽ താങ്കളുടെ സുഹൃത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വവാദം ഉന്നയിച്ചിരിക്കുന്നു. ഇത് കേട്ടയുടനെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇപ്രകാരം അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം സത്യവാനാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അദ്ദേഹം എത്രത്തോളം സൽഭാവന വെച്ച് പുലർത്തിയിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. അദ്ദേഹം ഒരു ദിവ്യാത്ഭുതം പോലും ആവശ്യപ്പെട്ടില്ല. വാസ്തവത്തിൽ സാഹചര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവനോ അപരിചിതത്വം ഉള്ളവനോ ആണ് ദിവ്യാത്ഭുതങ്ങൾ ആവശ്യപ്പെടുന്നത്. തൃപ്തി കൈവരിക്കാനാണ് അങ്ങനെ പറയുന്നത്. അതേസമയം നിഷേധം തരിമ്പുമില്ലാത്ത ഒരാൾക്ക് എന്തിനാണ് ദിവ്യാത്ഭുതം? ചുരുക്കത്തിൽ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് വഴിയിൽ വെച്ച് തന്നെ വിശ്വസിച്ചു. മക്കയിലെത്തിയ ഉടൻ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായി ചോദിച്ചു, അങ്ങ് പ്രവാചകനാണെന്ന് വാദിച്ചുവോ? അവിടുന്ന് അരുളി, അതെ, അത് സത്യമാണ്. ഉടൻ ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു, അങ്ങ് സാക്ഷിയായിരിക്കുക, ഞാൻ അങ്ങയെ ആദ്യമായി സത്യപ്പെടുത്തിയവനാണ്. മറ്റൊരിടത്ത് അവിടുന്ന് അത് മുസ്ലിം സ്വലാത്തു വസ്സലാം ഇപ്രകാരം അരുളി, ഒരു സംഗതി മനസ്സിലാക്കുന്നത് ഒരു ഭാഗ്യമാണ്. പ്രാരംഭഘട്ടത്തിൽ സത്യസന്ദേശം തിരിച്ചറിയാത്തവൻ യാതൊരു കഴിവും യോഗ്യതയും ഇല്ലാത്തവനാണ്. തുടക്കത്തിൽ സത്യസന്ദേശം കേട്ട് ബയ്യത്ത് ചെയ്യുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നവനാണ് കഴിവുള്ള മനുഷ്യൻ. അവനാണ് വാസ്തവത്തിൽ സൽപ്രകൃതമുള്ളവൻ. അനാവശ്യമായ തർക്കങ്ങളും ന്യായങ്ങളും ഉന്നയിക്കുന്നവന് യാതൊരു വിശേഷതയുമില്ല. ദൈവം കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ കല്ലും മരവും വരെ സംസാരിക്കാൻ തുടങ്ങും. അതായത് എല്ലാം വ്യക്തമാവുകയും അടയാളങ്ങൾ വെളിപ്പെടുകയും ചെയ്ത ശേഷം ആർക്കും വിശ്വസിക്കാൻ സാധിക്കും. എന്നാൽ ഏറ്റവും വിലമതിക്കപ്പെടുന്നത് ആദ്യം വിശ്വസിക്കുന്നവനാണ്. ഹസ്രത്ത് അബൂബക്കർ വിശ്വസിച്ചതുപോലെ അദ്ദേഹം ഒരു ദിവ്യാത്ഭുതവും ചോദിച്ചില്ല എന്ന് തന്നെയല്ല, അവിടുത്തെ നാവിലൂടെ ആ അവകാശവാദം കേൾക്കുന്നതിന് മുമ്പേ അദ്ദേഹം വിശ്വസിച്ചു. ഹസ്രത്ത് അബൂബക്കർ തൻ്റെ കച്ചവടത്തിനായി പോയിരുന്നതും മടക്കയാത്രയിൽ ഒരാളെ കണ്ടുമുട്ടിയതും അദ്ദേഹത്തോട് നാട്ടിൽ വിശേഷം തിരക്കിയതും താങ്കളുടെ സുഹൃത്ത് പ്രവാചകത്വം പുറപ്പെടുവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞതും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വവാദം പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് സത്യവാദിയാണെന്ന് അബൂബക്കർ പറഞ്ഞതും വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇനി ചിന്തിച്ചു നോക്കൂ, ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് യാതൊരുവിധ അടയാളമോ ദിവ്യാത്ഭുതമോ ആവശ്യപ്പെട്ടില്ല. മറിച്ച് കേട്ടയുടനെ അദ്ദേഹം വിശ്വസിച്ചു. പ്രവാചകത്വവാദം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ നേരിട്ട് കേൾക്കുക പോലും ചെയ്തില്ല. മറിച്ച് മറ്റൊരു വ്യക്തിയിലൂടെ അത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം അംഗീകരിച്ചു. എത്രമാത്രം മഹത്തായ ഈമാനായിരുന്നു അത്! റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു വാർത്ത കേട്ടപ്പോൾ അതിൽ അസത്യത്തിൻ്റെ യാതൊരു സാധ്യതയും അദ്ദേഹം കണ്ടില്ല. അവിടുന്ന് ഇപ്രകാരം ഒരു അവകാശവാദം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കണമെന്ന് അദ്ദേഹം കരുതി. കാരണം
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കള്ളം പറയില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. നോക്കൂ, ഹസ്രത്ത് അബൂബക്കർ ഒരു അടയാളവും ചോദിച്ചില്ല. ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പേര് ലഭിച്ചത്, സത്യസന്ധത നിറഞ്ഞവൻ. ആ മുഖം കണ്ടു മാത്രം അദ്ദേഹം തിരിച്ചറിഞ്ഞു ഈ വ്യക്തി ഒരിക്കലും ഒരു വ്യാജനല്ല എന്ന്. അതുകൊണ്ട് സത്യസന്ധരെ തിരിച്ചറിയുന്നതും അവരെ അംഗീകരിക്കുന്നതും അത്ര പ്രയാസകരമായ കാര്യമല്ല. അവരുടെ അടയാളങ്ങൾ സ്വയം വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹു ഇതേക്കുറിച്ച് ഒരിടത്ത് ഇപ്രകാരം വിവരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലായിരുന്നപ്പോൾ ഹസ്രത്ത് ഖദീജ റളിയല്ലാഹു അൻഹ നൽകിയ ആ സാക്ഷ്യത്തെ എനിക്ക് അവഗണിക്കാൻ സാധിക്കില്ല. ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ദൈവിക സന്ദേശം ശ്രവിക്കുകയും ലോകം മുഴുവൻ ഈ പ്രബോധനത്തെ എതിർക്കുമെന്ന് കാണുകയും ചെയ്തപ്പോൾ അവിടുന്ന് അരുളി, ഖദീജ, എനിക്കെൻ്റെ ജീവനിൽ ഭയം തോന്നുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങ് സന്തോഷിക്കുക, അള്ളാഹുവാണ് സത്യം, അള്ളാഹു അങ്ങയെ ഒരിക്കലും അപമാനിക്കുകയില്ല. ഹസ്രത്ത് ഖദീജ പറഞ്ഞു, ജനങ്ങൾ എന്ത് വേണമെങ്കിലും പറയട്ടെ, അങ്ങ് സന്തോഷവാനായിരിക്കുക. ഇതാണ് കാര്യമെങ്കിൽ അള്ളാഹു അങ്ങയെ ഒരിക്കലും അവഹേളിക്കുകയില്ല. കാരണം അങ്ങെപ്പോഴും കുടുംബബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നവനാണ്, സത്യം പറയുന്നവനാണ്, കഷ്ടപ്പെടുന്നവരുടെ ദുഃഖം ഏറ്റെടുക്കുന്നവനാണ്, ദരിദ്രരെ സഹായിക്കുന്നവനാണ്, അതിഥികളെ സൽക്കരിക്കുന്നവനാണ്, പുണ്യപ്രവൃത്തികളിൽ യഥാസമയം സഹായിക്കുന്നവനുമാണ്. ചിന്തിച്ചു നോക്കൂ, ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹു അരുളുന്നു, ഒരേ നഗരത്തിൽ വസിക്കുന്നവളും ഒരേ ഗോത്രത്തിൽപ്പെട്ടവളും 15 വർഷത്തോളമായി അങ്ങയുടെ പത്നിയുമായിരുന്ന 55 വയസ്സുള്ള ആ മഹദി നൽകുന്ന സാക്ഷ്യം എന്താണെന്ന് നോക്കൂ. അങ്ങ് അതീവ ദുഃഖിതനും അസ്വസ്ഥനുമായിരുന്ന ആ സമയത്ത് ഖദീജ നൽകിയ സാക്ഷ്യം ഗൗരവമായി ചിന്തിക്കേണ്ട ഒന്നാണ്. അങ്ങയിൽ ഈ സൽഗുണങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഖദീജയുടെ വാക്കുകൾ ഒരിക്കലും അങ്ങേക്ക് ആശ്വാസമാകുമായിരുന്നില്ല. ഷൈബ് അബി താലിബിലെ ഉപരോധം 3-ാം വർഷത്തിലേക്ക് കടന്നപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്നുള്ള അറിവനുസരിച്ച് തൻ്റെ പിതൃവ്യനായ അബൂ താലിബിനെ ഇപ്രകാരം അറിയിച്ചു. ബനു ഹാഷിം ഗോത്രത്തെ ബഹിഷ്കരിച്ചുകൊണ്ട് കാബയിൽ തൂക്കിയിട്ടിരുന്ന കരാർ പത്രത്തിലെ അള്ളാഹുവിൻ്റെ നാമമല്ലാത്ത മറ്റെല്ലാ വരികളും ചിതൽ തിന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ അബൂ താലിബിന് എത്രത്തോളം ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നുവെന്നാൽ അദ്ദേഹം ആദ്യം തൻ്റെ സഹോദരന്മാരോട് ഇപ്രകാരം പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നുവരെ എന്നോട് കള്ളം പറഞ്ഞിട്ടില്ല. തുടർന്ന് അദ്ദേഹം അവരോടൊപ്പം ഖുറൈശി നേതാക്കളുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, എൻ്റെ സഹോദരപുത്രൻ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവനൊരിക്കലും എന്നോട് കള്ളം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കരാർ പത്രത്തിന്മേൽ അള്ളാഹു ചിതലിനെ നിയോഗിച്ചുവെന്നും അള്ളാഹുവിൻ്റെ നാമമൊഴികെ മറ്റെല്ലാം അത് തിന്നു തീർത്തുവെന്നും അവൻ പറയുന്നു. എൻ്റെ സഹോദരപുത്രൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഈ ബഹിഷ്കരണം നിങ്ങൾ അവസാനിപ്പിക്കണം. ഇനി അവൻ പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞാൽ ഞാൻ അവനെ നിങ്ങൾക്ക് വിട്ടുതരാം. വേണമെങ്കിൽ നിങ്ങൾക്ക് അവനെ വധിക്കാം, അല്ലെങ്കിൽ ജീവിക്കാൻ വിടാം. ഖുറൈശികൾ പറഞ്ഞു, ഇത് നീതിയുക്തമായ കാര്യമാണ്. തുടർന്ന് അവർ ആ കരാർ പത്രം പരിശോധിച്ചപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതുപോലെ തന്നെയാണ് കാര്യങ്ങളെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഇതോടെ ഖുറൈശികൾ സ്വന്തം ജനതയുടെ മുന്നിൽ ലജ്ജിതരായി. ഒരിക്കൽ ഖുറൈശികൾ തങ്ങളുടെ നേതാവായ ഉത്ബയെ പ്രതിനിധിയായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് അയച്ചു. അയാൾ പറഞ്ഞു, അങ്ങെന്തിനാണ് ഞങ്ങളുടെ ദൈവങ്ങളെ ആക്ഷേപിക്കുന്നത്? ഞങ്ങളുടെ പിതാമഹന്മാർ വഴിപിഴച്ചവരാണെന്ന് അങ്ങ് എന്തിനാണ് പറയുന്നത്? അങ്ങയുടെ ആഗ്രഹം എന്താണെങ്കിലും ഞങ്ങൾ അത് നിറവേറ്റിത്തരാം. അങ്ങ് ഈ കാര്യത്തിൽ നിന്ന് പിന്മാറണം. ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതീവ ക്ഷമയോടും മൗനത്തോടും കൂടി അയാളുടെ വാക്കുകൾ കേട്ടിരുന്നു. അയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുന്ന് സൂറത്ത് ഹാമീം സജ്ദയിലെ ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തു. ആദ് സമൂദ് ഗോത്രങ്ങളെ പിടികൂടിയതുപോലെയുള്ള ഒരു ശിക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്ന വചനത്തിലെത്തിയപ്പോൾ ഉത്ബ അങ്ങയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇനി മതി, ഇത് നിർത്തൂ. ഉത്ബ തൻ്റെ കൂട്ടാളികളുടെ അടുക്കൽ മടങ്ങിയെത്തി പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതൊരിക്കലും അസത്യമാവില്ലെന്ന് എനിക്കറിയാം. നിങ്ങളിൽ ആ ശിക്ഷ ഇറങ്ങുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അബൂജഹലിൻ്റെ സാക്ഷ്യവും ഇപ്രകാരം തന്നെയായിരുന്നു. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ അങ്ങയെ കളവാക്കുന്നില്ല, മറിച്ച് അങ്ങ് കൊണ്ടുവന്നതിനെയാണ് ഞങ്ങൾ നിഷേധിക്കുന്നത്. അതായത് അങ്ങയുടെ ദീനിനെയാണ് കളവാക്കുന്നത്.
ഒരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ബദർ യുദ്ധത്തിന്റെ ദിവസം അഖ്നസ് ബിൻ ഷാരീഖ് അബൂജഹലിനെ കണ്ടുമുട്ടി. അയാൾ പറഞ്ഞു, ഓ അബുൽ ഹക്കം, ഇവിടെ നമ്മളല്ലാതെ നമ്മുടെ സംസാരം കേൾക്കാൻ മറ്റാരുമില്ല. മുഹമ്മദിനെക്കുറിച്ച് സത്യസന്ധമായ കാര്യം എനിക്ക് പറഞ്ഞു തരൂ. അദ്ദേഹം സത്യവാനാണോ അതോ അസത്യവാദിയാണോ? അബൂജഹൽ മറുപടി നൽകി, അള്ളാഹുവാണ് സത്യം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും സത്യവാനാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ല. മുസ്ലിം തആലാൻഹു ഒരിടത്തെ പ്രകാരം വിവരിക്കുന്നു: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ തങ്ങളുടെ പ്രവാചകനെ തിരിച്ചറിഞ്ഞില്ലേ? എന്നെന്തിനാണ് അവർ അവിടുത്തെ നിഷേധിക്കുന്നത്? 40 വർഷക്കാലം അവർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരീക്ഷിച്ചു എന്നത് എത്രമാത്രം അത്ഭുതകരമായ കാര്യമാണ്. അവിടുത്തെ സ്വഭാവവും ശീലങ്ങളും അവർ നേരിട്ട് കണ്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സദ്വൃത്തനായ മനുഷ്യനാണെന്നതിന് അവർ ദൃക്സാക്ഷികളാണ്. എന്നാൽ അതേ സദ്വൃത്തനായ മനുഷ്യൻ നിങ്ങളുടെ സന്മാർഗത്തിനായി അള്ളാഹുവിനെ നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ആ പുണ്യാത്മാവിനെ എതിർക്കാൻ എഴുന്നേറ്റ് നിന്നു. ഏതെങ്കിലും അന്യ വ്യക്തിയാണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ടിട്ടില്ലാത്തതിനാൽ അവിടെ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയാണെന്ന് ആരോപിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒഴികഴിവ് നൽകാമായിരുന്നു. എന്നാൽ മക്കയിൽ വസിക്കുന്നവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ വ്യക്തമായിരുന്നു. എന്നിട്ടും അവർ എങ്ങനെയാണ് അവിടുത്തെ ഒരു വ്യാജവാദിയായി ചിത്രീകരിക്കാൻ തുടങ്ങിയത്? അവിടുന്ന് സത്യവാനാണെന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കുമ്പോഴും അവിടുത്തെ അസത്യവാദി എന്ന് വിളിക്കാൻ അവർക്ക് എങ്ങനെ സാധിച്ചു? അബൂജഹൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര വലിയ ശത്രുവായിരുന്നു! നേരത്തെയും ഇതിനൊരു തെളിവ് ലഭിച്ചിരുന്നു. എങ്കിലും ഒരു സന്ദർഭത്തിൽ അയാൾ പറഞ്ഞ കാര്യം മുസ്ലിം തആലാൻഹു ഇപ്രകാരം വിവരിക്കുന്നു: ഞങ്ങൾ താങ്കളെ അസത്യവാദിയായി കാണുന്നില്ല, മറിച്ച് താങ്കൾ സമർപ്പിക്കുന്ന ഈ അധ്യാപനത്തെയാണ് ഞങ്ങൾ നിഷേധിക്കുന്നത്. അതായത് അബൂജഹലിനെ പോലെ കടുത്ത ശത്രുതയുള്ളവനും കടുത്ത മനസ്സുള്ളവനുമായ ഒരാളുടെ ഹൃദയം പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു അസത്യവാദി എന്ന് വിളിക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങയെ കള്ളം പറയുന്നവനെന്ന് വിളിക്കുമ്പോൾ അവൻ്റെ മനസ്സാക്ഷി അവനെ കുറ്റപ്പെടുത്തുകയും താൻ എത്രമാത്രം നീചമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നോർത്ത് അവൻ്റെ ഹൃദയം മിടിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് അത് വ്യക്തമാക്കുന്നത്. എന്നാൽ ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തെയാണ് തള്ളിക്കളയുന്നത്, അങ്ങയെ അസത്യവാദി എന്ന് വിളിക്കുന്നില്ല എന്നൊരു ഒഴികഴിവ് അയാൾ കണ്ടെത്തി. ഇത് ചെയ്ത പാപത്തേക്കാൾ വലിയ ഒഴികഴിവ് എന്നതുപോലെയാണ്. എങ്കിലും ഏറ്റവും കടുത്ത ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ പോലും അവിടുത്തെ സത്യസന്ധതയും സദ്വൃത്തിയും ചെലുത്തിയ ആഴത്തിലുള്ള സ്വാധീനം ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഉമയ്യ ബിൻ ഖലഫ് അവിടുത്തെ കടുത്ത ശത്രുക്കളിൽ ഒരാളായിരുന്നു. എങ്കിലും ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ നാവിലൂടെയും ഈ വാക്കുകൾ പുറത്തു വന്നു: അള്ളാഹുവാണ് സത്യം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ അദ്ദേഹം സത്യമേ പറയൂ, ഒരിക്കലും കള്ളം പറയില്ല. മാസ്മരികത എന്നത് മറ്റുള്ളവർ പോലും അംഗീകരിച്ചു പോകുന്ന ഒന്നാണല്ലോ. ശത്രുക്കളെ കൊണ്ടുപോലും സ്വന്തം സത്യസന്ധതയും സദ്വൃത്തിയും സമ്മതിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര വലിയ വിജയമാണ്. ഹസ്രത്ത് അബ്ദുല്ലാഹി ഇബ്നു സലാം വിവരിക്കുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മദീനയിൽ വന്നപ്പോൾ ജനങ്ങൾ അവിടുത്തെ അടുത്തേക്ക് ഓടിച്ചെന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിക്കഴിഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിക്കഴിഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിക്കഴിഞ്ഞു എന്ന് 3 തവണ അവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഞാനും അങ്ങയെ കാണാനായി ജനങ്ങളിലൂടെ ചെന്നു. ഞാൻ അവിടുത്തെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ മുഖം ഒരു അസത്യവാദിയുടേതല്ല എന്ന്. അവിടുന്ന് അരുളി ചെയ്യുന്നത് ഞാൻ ആദ്യമായി കേട്ട വാക്കുകൾ ഇതായിരുന്നു: ഓ ജനങ്ങളെ, നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക, ഭക്ഷണം നൽകുക, കുടുംബ ബന്ധങ്ങൾ പുലർത്തുക, രാത്രിയിൽ ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ നമസ്കരിക്കുക, എങ്കിൽ നിങ്ങൾ സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കും. മദീനയിലെ യഹൂദന്മാരുടെ സാക്ഷ്യവും ഇപ്രകാരം തന്നെ കാണാൻ സാധിക്കും. മുസ്ലിങ്ങളും യഹൂദ ഗോത്രമായ ബനു ഖുറൈലയും തമ്മിൽ പരസ്പര സഹകരണ കരാറുണ്ടായിരുന്നു. അഹ്സാബ് യുദ്ധത്തിൽ ബനു നദീർ ഗോത്രത്തലവൻ ഹുയൈ ബിൻ അഖ്തബ് ബനു ഖുറൈലയുടെ തലവൻ കഅബ് ബിൻ അസ്അദ് ഖുറലിയുടെ അടുക്കൽ ചെന്ന് മുസ്ലിങ്ങളുമായുള്ള കരാർ ലംഘിക്കാനും ഖുറൈശികളെ സഹായിക്കാനും പ്രേരിപ്പിച്ചു.
മുസ്ലിങ്ങളെ പരാജയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങളുടെ ശത്രുവായിരുന്നിട്ടു പോലും കഅബ് ബിൻ അസദ് ഇപ്രകാരം പറഞ്ഞു: ഞാൻ മുഹമ്മദുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ആ കരാർ ലംഘിക്കില്ല. അദ്ദേഹത്തിൽ നിന്ന് വിശ്വസ്തതയും സത്യസന്ധതയുമല്ലാതെ മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഒരു നിവേദനമുണ്ട്. ഉസൈബ് ബിൻ ഉമർ വിവരിക്കുന്നു, ഒരാൾ ഹസ്രത്ത് ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് ഇപ്രകാരം ചോദിക്കുന്നത് അദ്ദേഹം കേട്ടു: റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളുന്നത് അങ്ങ് കേട്ടിട്ടില്ലേ? ഞാൻ തമാശകൾ പറയാറുണ്ട്, എന്നാൽ ആ തമാശകളിലും ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. അദ്ദേഹം മറുപടി നൽകി: അതെ, ഞാൻ കേട്ടിട്ടുണ്ട്. ബാസ് ബിൻ ഹക്കീം തൻ്റെ പിതാമഹിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളുന്നത് അദ്ദേഹം കേട്ടു: ആളുകളെ ചിരിപ്പിക്കാനായി സംസാരിക്കുകയും അതിൽ കള്ളം പറയുകയും ചെയ്യുന്നവന് നാശം, അവന് നാശം, അവന് നാശം. അതായത് ചെറിയ തോതിലുള്ള കള്ളം പറയുന്നവനെപ്പോലും അവിടുന്ന് കർശനമായി വിലക്കുകയും കഠിനമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഹസ്രത്ത് അബ്ദുല്ലാഹി ഇബ്നു അംർ നിവേദനം ചെയ്യുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വെക്കാറുണ്ടായിരുന്നു. അത് മനഃപ്പാഠമാക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഖുറൈശികൾ എന്നെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു: റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ്. അവിടുന്ന് ദേശത്തിലും സന്തോഷത്തിലും സംസാരിക്കാറുണ്ട്. എന്നിട്ടും അങ്ങ് കേൾക്കുന്നതെല്ലാം എഴുതി വെക്കുകയാണോ? ഇതോടെ ഞാൻ എഴുതുന്നത് നിർത്തിവെച്ചു. പിന്നീട് ഞാൻ ഈ കാര്യം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂചിപ്പിച്ചു. അപ്പോൾ അവിടുന്ന് തൻ്റെ വിരൽ കൊണ്ട് സ്വന്തം വായിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ടരുളി: നീ എഴുതിക്കൊള്ളുക. എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. ഈ വായിൽ നിന്ന് സത്യമല്ലാതെ മറ്റൊന്നും പുറത്തു വരികയില്ല. ദേഷ്യത്തിലായാലും സന്തോഷത്തിലായാലും ഈ വായിൽ നിന്ന് സത്യം മാത്രമേ വരൂ എന്ന് അവിടുന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അസത്യത്തിനെതിരെ അവിടുന്ന് അത്രമേൽ സൂക്ഷ്മതയോടെ ഉപദേശിക്കുമായിരുന്നു. ഹസ്രത്ത് അബ്ദുല്ലാഹി ഇബ്നു ആമിർ വിവരിക്കുന്നു, ഒരിക്കൽ എൻ്റെ ഉമ്മ എന്നെ വിളിച്ചു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഞങ്ങളുടെ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഉമ്മ പറഞ്ഞു: ഇങ്ങോട്ട് വരൂ, ഞാൻ നിനക്കൊരു സാധനം തരാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു: നീ അവന് എന്ത് നൽകാനാണ് ഉദ്ദേശിച്ചത്? ഉമ്മ പറഞ്ഞു: ഞാൻ അവന് ഒരു ഈന്തപ്പഴം നൽകും. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി: നീ അവന് ഒന്നും നൽകിയിരുന്നില്ല എങ്കിൽ നിന്റെ പേരിൽ ഒരു കള്ളം രേഖപ്പെടുത്തപ്പെടുമായിരുന്നു. അസത്യത്തിൻ്റെ കാര്യത്തിൽ അവിടുന്ന് കാണിച്ച സൂക്ഷ്മത ഇത്രത്തോളമായിരുന്നു. ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു അരുളുന്നു, സത്യസന്ധതയുടെ കാര്യത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിപരമായ സ്ഥാനം അത്രമേൽ ഉന്നതമായിരുന്നു. സ്വന്തം ജനത അവിടത്തേക്ക് സിദ്ദീഖ് എന്ന പേരിടുകയുണ്ടായി. അവിടുന്ന് തൻ്റെ അനുയായികളോട് എപ്പോഴും സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ ഉപദേശിക്കുമായിരുന്നു. കേവലം സത്യം പറയുക എന്നതിലുപരി എല്ലാവിധ സത്യങ്ങളുടെ നിഴലിൽ നിന്നും മുക്തമായ അത്യുന്നത നിലവാരത്തിലുള്ള സത്യസന്ധതയിൽ അവരെ എത്തിക്കാനാണ് അവിടുന്ന് പരിശ്രമിച്ചത്. അവിടുന്ന് പ്രകാരം അരുളുമായിരുന്നു: സത്യമാണ് നന്മയിലേക്ക് നയിക്കുന്നത്. നന്മയാണ് മനുഷ്യന് സ്വർഗം നൽകുന്നത്. ഒരാൾ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒടുവിൽ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അവൻ സത്യവാനായി രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുക എന്നതാണ് സത്യസന്ധതയുടെ യഥാർത്ഥ പദവി. ഒരിക്കൽ അനേകം മുസ്ലിങ്ങളുടെ വധത്തിന് കാരണക്കാരനായ ഒരാൾ തടവുകാരനായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടു. അയാൾ വധശിക്ഷയ്ക്ക് അർഹനാണെന്ന് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു കരുതിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ല സൂചനയും നൽകുകയാണെങ്കിൽ അയാളെ വധിക്കാനായി അദ്ദേഹം അവിടുത്തെ മുഖത്തേക്ക് വീണ്ടും വീണ്ടും നോക്കുന്നുണ്ടായിരുന്നു. ആ വ്യക്തി അവിടെ നിന്ന് പോയപ്പോൾ ഉമർ ചോദിച്ചു: അള്ളാഹുവിൻ്റെ ദൂതരെ, അയാൾ വധശിക്ഷയ്ക്ക് അർഹനായിരുന്നില്ലേ? അവിടുന്ന് അരുളി: അയാൾ വധശിക്ഷ അർഹിച്ചിരുന്നു. എങ്കിൽ നീ എന്തുകൊണ്ട് അയാളെ വധിച്ചില്ല? അദ്ദേഹം പറഞ്ഞു: അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങ് കണ്ണുകൊണ്ട് ഒന്ന് ആംഗ്യം കാണിച്ചിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു: ഒരു പ്രവാചകൻ വഞ്ചകനാവുകയില്ല. ഞാൻ ഒരാളോട് സ്നേഹത്തോടെ സംസാരിക്കുകയും അതേസമയം കണ്ണുകൊണ്ട് അയാളെ വധിക്കാൻ ആംഗ്യം കാണിക്കുകയും ചെയ്യുക എന്നത് എങ്ങനെ സാധ്യമാകും? അത് വഞ്ചനയാണ്. എന്നിൽ നിന്ന് അതൊരിക്കലും സംഭവിക്കുകയില്ല. ശത്രുക്കൾ പോലും സമ്മതിച്ചു പോകുന്ന വിധത്തിലുള്ള സത്യസന്ധതയുടെയും വ്യക്തമായ സംസാരത്തിൻ്റെയും ഉന്നത മാതൃകകൾ അവിടുന്ന് സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ തൻ്റെ അനുയായികൾ സത്യസന്ധതയുടെ ആ ഉന്നത നിലവാരം കൈവരിക്കണമെന്ന് അവിടുന്ന് ഉപദേശിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് ഓരോ അഹമ്മദിയുടെയും കടമ എന്നത് നാം സ്വയം ആത്മപരിശോധന നടത്തുക എന്നതാണ്. നമ്മുടെ സത്യസന്ധതയുടെ നിലവാരം എങ്ങനെയുള്ളതാണ് എന്ന് നാം പരിശോധിക്കണം. നമ്മിലുള്ള പോരായ്മകൾ പരിഹരിക്കാൻ
നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ഇതിനായി അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ഒരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. അത് ഷാഹിദ അഹമ്മദ് സാഹിബയുടേതാണ്. മിർസ നസീം അഹമ്മദ് സാഹിബിൻ്റെ പത്നിയായിരുന്നു അവർ. കഴിഞ്ഞ ദിവസങ്ങളിൽ 91 വയസ്സിൽ അവർ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരേത മൂസിയായിരുന്നു. മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൾ ഹസ്രത്ത് സാഹിബ്ജാദി അമത്തുൽ ഹഫീസ് ബീഗം സാഹിബയുടെയും ഹസ്രത്ത് നവാബ് അബ്ദുല്ല ഖാൻ സാഹിബിൻ്റെയും മകളായിരുന്നു അവർ. അവർക്ക് 4 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. അവരുടെ മൂത്ത മകൻ നൂമാൻ എഴുതുന്നു, എല്ലാവരും പറയുന്നത് അവരുടെ ഉമ്മാക്ക് വലിയ സ്നേഹമായിരുന്നു എന്നാണ്. ജനങ്ങളോട് വളരെ നല്ല രീതിയിലാണ് അവർ പെരുമാറിയിരുന്നത്. വീട്ടുകാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, എപ്പോഴും വീട്ടിൽ ആളുകൾ ഉണ്ടായിരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. അതിഥി സൽക്കാരത്തിൽ അവർക്ക് വലിയ താല്പര്യമായിരുന്നു. അതിഥികൾ വന്നുകൊണ്ടേയിരിക്കാനും അവർക്ക് താമസിക്കാൻ മുറികൾ ലഭ്യമാകാനുമായി വീടൊന്നുകൂടി വലുതാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ അവരുടെ ഇളയ മകൻ റിസ്വാൻ എഴുതുന്നു, അവർ ഒരുപാട് സദ്ഗുണങ്ങൾക്കുടമയായിരുന്നു. അവരെല്ലാവരോടും സ്നേഹം പങ്കുവെക്കുകയും വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു എന്ന് പണക്കാരും പാവപ്പെട്ടവരും വലിയവരും ചെറിയവരും ഒരുപോലെ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. അവരുടെ സ്വഭാവം അതീവ ലളിതവും സ്നേഹനിർഭരവുമായിരുന്നു. അവരെല്ലാവരുടെയും ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിരുന്നു. പ്രത്യേകിച്ച് ഏതെങ്കിലും കാരണത്താൽ പ്രയാസത്തിലോ മുസീബത്തിലോ അകപ്പെടുന്നവരെ അവർ പ്രത്യേകം പരിഗണിച്ചിരുന്നു. ദുർബലരായർക്കൊപ്പം അവർ എപ്പോഴും നിലകൊണ്ടു. ദുർബലരെ എപ്പോഴും സഹായിക്കണമെന്ന് അവർ ഞങ്ങളെ ഉപദേശിക്കുമായിരുന്നു. അവരുടെ ഇച്ഛാശക്തിയും ധൈര്യവും വളരെ വലുതായിരുന്നു. ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. മാഷാ അല്ലാഹ്, അവർ വലിയ ധൈര്യവും ഇച്ഛാശക്തിയുമുള്ള വ്യക്തിയായിരുന്നു. അവരുടെ സഹോദരി ഫൗസിയ ഷമീം സാഹിബ, അവർ ലാഹോറിലെ മുൻ ലജന പ്രസിഡന്റാണ്, പറയുന്നു, ഏതാനും വാക്കുകളിൽ വിവരിക്കുകയാണെങ്കിൽ അവർ ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും ധൈര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ഉത്തമ മാതൃകയായിരുന്നു എന്ന് പറയാം. അവരുടെ മരുമകൾ അമത്തുൽ വക്കീൽ പറയുന്നു, അതിഥി സൽക്കാരം എന്നത് അവരുടെ വ്യക്തിത്വത്തിലെ വളരെ പ്രശസ്തമായ ഒരു ഗുണമായിരുന്നു. എല്ലാ മക്കളും എഴുതിയതുപോലെ മറ്റു പലരും എനിക്ക് ഇത് എഴുതിയിട്ടുണ്ട്. യാതൊരുവിധ ആർഭാടങ്ങളോ പ്രകടനപരതയോ ഇല്ലാതെ തികച്ചും ലളിതമായിരുന്നു അവരുടെ അതിഥി സൽക്കാര രീതി. ജീവിതത്തിൻ്റെ അവസാന കാലത്ത് വീണതിനെ തുടർന്ന് അവരുടെ ഇടുപ്പല്ലിന് പരിക്കേറ്റിരുന്നു. വീൽ ചെയറിലാണെങ്കിലും അതീവ ക്ഷമയോടും നന്ദിയോടും കൂടിയാണ് അവർ ആ അസുഖകാലം കഴിച്ചുകൂട്ടിയത്. ഒരിക്കൽ പോലും അവർ പരാതി പറഞ്ഞില്ല. വളരെ ധൈര്യശാലിയായ രോഗിയായിരുന്നു അവർ. ഞങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് മരുമകൾ സാക്ഷ്യപ്പെടുത്തുന്നു. അവരുടെ കൊച്ചുമകൾ ഖദീജയും ആ അതിഥി സൽക്കാരത്തെക്കുറിച്ച് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. വളരെയധികം സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിച്ചിരുന്ന ഒരു വനിതയായിരുന്നു അവർ. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മാസം 2-3 തവണയെങ്കിലും അവർ ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കുമായിരുന്നു. പാവപ്പെട്ടവരോട് അവർക്ക് വലിയ സഹതാപമായിരുന്നു. പാവപ്പെട്ടവർക്കായി എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് അവർ ഞങ്ങൾ ഉപദേശിക്കുമായിരുന്നു എന്ന് കൊച്ചുമകൾ ഓർക്കുന്നു. ഇവിടെ താമസിക്കുന്ന അവരുടെ അനന്തരവളുടെ മകൾ അസീസ നേഹ പറയുന്നു, അവർ എല്ലാ സാഹചര്യങ്ങളിലും പോസിറ്റീവായി ചിന്തിക്കുന്ന സ്വഭാവക്കാരിയായിരുന്നു. ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും അവർ വിലമതിച്ചു. വീട്ടിലെ ജോലിക്കാരെ സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെയാണ് അവർ പരിഗണിച്ചിരുന്നത്. മറ്റൊരാളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതിനോ അവർ മുതിരുമായിരുന്നില്ല. ഇത് ഞാനും ശ്രദ്ധിച്ച കാര്യമാണ്. ജനങ്ങളുടെ വികാരങ്ങളെ അവർ അങ്ങേയറ്റം ബഹുമാനിച്ചിരുന്നു. അവരുടെ ഒരു ജോലിക്കാരി വിവാഹം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോയപ്പോൾ സ്വന്തം മകൾ യാത്രയായി പോകുന്നത് പോലെയാണ് അവർക്ക് ദുഃഖം തോന്നിയത് എന്ന് നേഹ പറയുന്നു. ചില മനുഷ്യരുടെ നന്മകൾ പലപ്പോഴും മറഞ്ഞിരിക്കും. എന്നാൽ അവ ആർക്കാണോ ലഭിച്ചത് അവർ പറയുമ്പോഴാണ് ലോകം അതറിയുന്നത്. അത്തരത്തിലുള്ള വ്യക്തികളിൽ ഒരാളായിരുന്നു അവർ. അള്ളാഹു താല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. Alhamdulillah, alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له
ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر